ട്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ് തുല്യതയുടെ സോഷ്യൽ സയൻസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം ആധുനിക ഇന്ത്യ 4ാമത്തെ അധ്യായം. അപ്പോൾ ഇതിന് മുമ്പ് ചെയ്തിരുന്ന വീഡിയോയിൽ ദേശീയതയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ദേശീയതയും വർത്തമാന പത്രങ്ങളുമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കോമൺവെൽത്ത്, അതുപോലെ യങ് ഇന്ത്യ, ഹിലാൽ, ഹരിജൻ, കേസരി ഒക്കെ പറഞ്ഞിട്ട് ചില പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ദേശീയത പ്രചരിപ്പിക്കുന്നതിന് അക്കാലത്തുള്ള പത്രങ്ങൾ വഹിച്ച പങ്കിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് അക്കാലത്ത് ഈ ഒരു പത്രങ്ങൾ ഇറങ്ങിയതുകൊണ്ട് എന്തെല്ലാം മെച്ചമാണ് ഉണ്ടായത്? അതായത് പൊതുജന അഭിപ്രായം രൂപീകരിക്കാൻ സാധിച്ചു. എന്താണ് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ സാധിച്ചു. അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംഘടിപ്പിക്കാനും ഈ ഒരു പത്രങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സാധിച്ചു. അതുപോലെ തന്നെ ദേശീയത പ്രചരിപ്പിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ അന്ന് ചില വർത്തമാന പത്രങ്ങൾ രംഗത്ത് വന്നതുകൊണ്ട് സാധിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഏതൊക്കെയാണ്? പൊതുജന അഭിപ്രായം രൂപീകരിച്ചു, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംഘടിപ്പിച്ചു, അതുപോലെ ദേശീയത പ്രചരിപ്പിച്ചു. ഇങ്ങനെ പ്രധാനമായിട്ടും ചില കാരണങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നോക്കൂ, അന്നുണ്ടായിരുന്ന ചില വർത്തമാന പത്രങ്ങളും അവയുടെ സ്ഥാപകരും, പ്രധാനപ്പെട്ട വർത്തമാന പത്രങ്ങളും അവയുടെ സ്ഥാപകരുമായിരുന്നു ഈ പറയുന്നത്. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്. ഈ ബാലഗംഗാധര തിലക് അവരുടെ പത്രം ഏതായിരുന്നു? കേസരി മറാത്ത. ഓക്കെ. അതുപോലെ മിസ് ആനി ബസന്റിൻ്റെ വർത്തമാന പത്രമായിരുന്നു ന്യൂ ഇന്ത്യ, അതുപോലെ കോമൺവെൽത്ത്. രണ്ടും ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. പിന്നെ മഹാത്മാഗാന്ധി യങ് ഇന്ത്യ, ഹരിജൻ എന്നീ 2 പത്രങ്ങൾ സ്ഥാപിച്ചു. അതുപോലെ മൗലാന അബ്ദുൽ കലാം ആസാദ് അൽ ഹിലാൽ എന്ന പത്രവും സ്ഥാപിച്ചു. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാന പത്രങ്ങൾ? കേസരി മറാത്ത, അതിൻ്റെ സ്ഥാപകനാണ് ബാലഗംഗാധര തിലക്. പിന്നെ ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്, ഈ 2 പത്രങ്ങളുടെയും സ്ഥാപകരാണ് മിസ് ആനി ബസന്റ്. പിന്നെ അതുപോലെ യങ് ഇന്ത്യ, ഹരിജൻ എന്നീ 2 പത്രങ്ങൾ മഹാത്മാഗാന്ധിജിയുടേതായിരുന്നു. അതുപോലെ അൽ ഹിലാൽ എന്ന പത്രം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റേതായിരുന്നു. അപ്പോൾ ഈ ഒരു പത്രത്തിലൂടെയൊക്കെ അവർക്ക് എന്തിനു സാധിച്ചു? പൊതുജനാഭിപ്രായം രൂപീകരിക്കാനും അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംഘടിപ്പിക്കുന്നതിനും ദേശീയത പ്രചരിപ്പിക്കുന്നതിനും സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നോക്കൂ, ഇനി ദേശീയതയും വിദ്യാഭ്യാസവും. ഈ വിദ്യാഭ്യാസത്തിൽ എന്താണ് ഈ ഒരു വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ദേശീയതയിൽ മാറ്റം വന്നതെന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് തന്നെ എന്ന് മുതലാണ്? 1813 ചാർട്ടർ ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന 1813 ഒരു നിയമത്തോടു കൂടിയാണ് ഈ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം ഇന്ത്യയിൽ ആരംഭിച്ചത്. ഓക്കെ. അപ്പോൾ ഈ ചാർട്ടർ ആക്ട് പ്രകാരമാണ്, ആ ചാർട്ടർ നിയമത്തോടു കൂടിയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു ഏകീകൃത ഭാഷയായി ഇന്ത്യയിൽ പിൽക്കാലത്ത് ഇത് മാറി. ഏത്? ഇംഗ്ലീഷ് ഭാഷ. അപ്പോൾ അതുവരെ ഇംഗ്ലീഷ് ഭാഷ ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ ഒരു ചാർട്ടർ ആക്ടിലൂടെ ഇംഗ്ലീഷ് ഭാഷ ഇവിടെ പ്രചാരത്തിൽ വന്നതിന് ശേഷം ഒരു ഏകീകൃത ഭാഷയായിട്ട് തന്നെ ഇന്ത്യയിൽ പിൽക്കാലത്ത് അത് മാറി. പിന്നെ പാശ്ചാത്യ ആശയങ്ങളെയും അതുപോലെ സംസ്കാരങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാനും ഇംഗ്ലീഷ് ഭാഷ പഠിച്ച ഇന്ത്യക്കാർക്ക് സാധിച്ചു. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചതുകൊണ്ട് എന്താ ഉണ്ടായത്? പാശ്ചാത്യരുടെ ആശയങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചു, അതുപോലെ അവരുടെ സംസ്കാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതൊക്കെ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചത് ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്തു? ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി മറ്റൊരു കാര്യം പറയുന്നത്, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. നമ്മുടെ ദേശത്തിൽ ഇങ്ങനെ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ വന്നപ്പോൾ നമുക്ക് അതാത് ദേശങ്ങളിൽ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് ആ ഒരു നമ്മുടെ ദേശത്തോടുള്ള ഒരു ബോധം, ആ ദേശീയ ബോധം വളർത്തുവാനുള്ള ഒരു പ്രധാന മാർഗം എന്നുള്ളത്. അങ്ങനെയാണ് ഇന്ത്യയിൽ സ്ഥാപിച്ച ചില ദേശീയ വിദ്യാലയങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഇത് 3 പേർ ചേർന്ന് നിർമ്മിച്ചതാണ്. ഏതൊക്കെയാണ്? ജി അഗാർക്കർ, അതുപോലെ ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ഇവർ 3 പേരും ആരൊക്കെയാണ്? ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ഈ 3 പേർ ചേർന്നിട്ടാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത്. ഓക്കെ. ഇനി വിശ്വഭാരതി സർവകലാശാല, ഇത് നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ രചയിതാവായ രവീന്ദ്രനാഥ ടാഗോറാണ് സ്ഥാപിച്ചത്. അതുപോലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ
എന്ന സ്ഥാപനം മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നീ 4 പേർ ചേർന്നിട്ടാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചത്. ഓക്കെ, ഇതൊക്കെ സ്ഥാപിച്ചത് എന്തിനാണ്? ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് നമുക്കൊരു ദേശീയ ബോധം വളർത്തുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേശീയ ബോധം വളർത്താൻ വേണ്ടിയിട്ട് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് അതിൻ്റെ ആകെയുള്ള മാർഗം. അങ്ങനെ സ്ഥാപിച്ച വിദ്യാലയങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, വിശ്വഭാരതി സർവകലാശാല, ജാമിയ മില്ലിയ ഇസ്ലാമിയ. അതിൻ്റെ പിക്ചറുകളും കൊടുത്തിട്ടുണ്ട്. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, അതുപോലെ ഭാരതി സർവകലാശാല, പിന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയ. അവരുടെ 3ൻ്റെയും പിക്ചർ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ദേശീയതയും സാഹിത്യവും, അതായത് ദേശീയത വളർത്തുന്നതിന് സാഹിത്യത്തിനുള്ള പങ്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് ക്വസ്റ്റ്യനായിട്ട് ഇങ്ങനെ ചോദിക്കാം, ദേശീയത വളർത്തുന്നതിന് സാഹിത്യം വഹിച്ച പങ്ക് എന്തൊക്കെയാണ്, അങ്ങനെ തന്നെ ചോദിക്കാം. അപ്പോൾ ഇതിൽ ഓരോന്നും ഇപ്പോൾ പത്രങ്ങൾ വഹിച്ച പങ്ക് എന്ത്, വിദ്യാഭ്യാസപരമായിട്ട് എന്ത് പങ്കുവഹിച്ചു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം എന്താണ് ഇവിടെ വരുന്നത്? ദേശീയതയും സാഹിത്യവുമാണ്. അപ്പോൾ സാഹിത്യം എങ്ങനെയാണ് ഒരു ദേശീയതയെ വളർത്താൻ അതിലേക്ക് പങ്കുവഹിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു സമരത്തിനുള്ള ഒരു വരികളാണ് കൊടുത്തിട്ടുള്ളത്. വരിക വരിക സഹചരെ, സഹന സമര സമയമായി, കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടക്ക് പോകണം. അംശി നാരായണപിള്ള കവിതാ രൂപത്തിൽ ഉള്ള ഒരു വരികളാണിത്. ദേശീയതയെ സൂചിപ്പിക്കുന്ന ഒരു വരികളാണ്. അപ്പോൾ ഇത്തരത്തിൽ ദേശീയത വളർത്തുന്നതിന് സാഹിത്യം ധാരാളം പങ്കുവഹിച്ചു. ഏതൊക്കെ രീതിയിലാണ്? കഥകളിലൂടെ, അതുപോലെ കവിതകളിലൂടെ, നാടകങ്ങളിലൂടെ, നോവലുകൾ, ഇതിലൂടെയൊക്കെ അവർ പ്രതിഷേധം പങ്കുവച്ചു. അപ്പോൾ ജനങ്ങൾക്കിടയിൽ അവരുടേതായ പ്രതിഷേധങ്ങൾ അവർ ഈ ഒരു രൂപത്തിൽ, സാഹിത്യ രൂപത്തിലും നേരിട്ട് പ്രതികരിച്ചവരുണ്ട്, അതല്ലാതെ സാഹിത്യ രൂപത്തിൽ പ്രതികരിച്ചവരും. അതുപോലെ ജനങ്ങളുടെ ദുരിതങ്ങളും പ്രതിസന്ധികളൊക്കെ കവിതകളിലൂടെ അവതരിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകളുടെ മനസ്സിലേക്ക് കൂടുതൽ കയറി ചെല്ലുന്ന രൂപത്തിൽ അവർ സാഹിത്യ രൂപത്തിൽ, അതായത് കഥകളായിട്ടും കവിതകളായിട്ടും നാടകങ്ങളും നോവലുകളും ഒക്കെ അവർ അവരുടെ പ്രതിഷേധങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ദേശീയതയിൽ സാഹിത്യവും അന്നത്തെ കാലത്ത് വളരെ പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് രചിച്ച ചില സാഹിത്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ആ സാഹിത്യത്തിൻ്റെ ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. നാടകം ഏതൊക്കെയാണ്? ഭാരതമാത എന്ന നാടകം രചിച്ചത് ശിശിർ കുമാർ ഘോഷും അതുപോലെ സത്യേന്ദ്രനാഥ ടാഗോറുമാണ്. ശിശിർ കുമാർ ഘോഷുമാണ് ഭാരതമാത എന്ന ഒരു നാടകം രചിച്ചത്. അതുപോലെ ആനന്ദമഠം എന്ന നോവല് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ആനന്ദമഠം എന്ന ഒരു നോവല്, അതൊരു നോവലായിരുന്നു ആനന്ദമഠം. അത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആയിരുന്നു. അതുപോലെ നീൽ ദർപ്പൺ അതും ഒരു നാടകമാണ്. ആ നാടകം ദീനബന്ധു മിത്രയാണ് എഴുതിയത്. പിന്നെ കവിത സാരെ ജഹാംസ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര, നമ്മുടെ ആ ഒരു ദേശീയ ഗീതം, അത് സാരെ ജഹാംസ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ആ ഒരു ഗാനം, ആ കവിത ആരാണ്? മുഹമ്മദ് ഇക്ബാലാണ് എഴുതിയത്. അപ്പോൾ പ്രധാനപ്പെട്ട അന്ന് ആ കാലഘട്ടത്തിൽ രചിച്ച പ്രധാന ചില സാഹിത്യങ്ങളാണ് അവ എഴുതിയതും. അത് എന്താണ്? നാടകമാണോ നോവലാണോ? ആ രൂപത്തിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നാടകമാണ്. 2 നാടകങ്ങൾ ഏതൊക്കെയാണ്? ഭാരതമാത, അതുപോലെ നീൽ ദർപ്പൺ. അതിൽ ഭാരതമാത രചിച്ചത് ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറും, പിന്നെ നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര. ഇനി നോവലായിട്ടുള്ള ആനന്ദമഠം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അതുപോലെ കവിത രചിച്ചത് സാരെ ജഹാംസ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര, ആ ഒരു കവിത രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അന്ന് കാലത്ത് ആ കാലഘട്ടത്തിൽ രചിച്ച ചില സാഹിത്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഗാന്ധിജിയുടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇനി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.